ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്ന് വേണം, പുറത്തേക്കിറങ്ങണമെങ്കിൽ ജിന്ന് വേണം, പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്ന് വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിങ്ങൾ ഈ സീഡിയുമായി നടക്കണം, ഈ പ്രസംഗം നിങ്ങൾ കേൾപ്പിക്കണം. എന്നിട്ട് ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഈ സമൂഹത്തോട് നിങ്ങൾ തന്നെ പറയണം, മുജാഹിദ് പണ്ഡിതന്മാർ, മുജാഹിദ് നേതാക്കൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ജിന്നിനോട് സഹായം തേടാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവർക്കെതിരെ കൗൺസിൽ കൂടുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ യോഗം നടത്തുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ പുസ്തകം എഴുതുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ ശബ്ദിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് നിങ്ങളെ തൊള്ളകൊണ്ട് കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ഞങ്ങൾ പറയിപ്പിക്കും. നിങ്ങൾ പറയണം, പറഞ്ഞു നടക്കണം. കേരള സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്, സുന്നത്ത് പറഞ്ഞതിന്റെ പേരിലാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശിർക്കിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ്, ബിദ്അത്തിനെതിരെ നിലകൊണ്ടതിന്റെ പേരിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ രംഗത്ത് വന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പേരിൽ കളവുകളും വ്യാജങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും നിലനിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി ഏത് ഇബ്ലീസിനെ കൂട്ടുപിടിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് യാതൊരുവിധ മടിയും ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്ലീസിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും മുജാഹിദുകളെ ഞങ്ങൾ നേരിടും എന്നാണ്. ഇത് മുമ്പേ ചില ആളുകൾ പയറ്റിപ്പോന്നതാണ്. ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്ന് വേണം, പുറത്തേക്കിറങ്ങണമെങ്കിൽ ജിന്ന് വേണം, പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്ന് വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് കാണുമ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഇബ്ലീസുമായി, പിശാചുമായി ഈ ആദർശ പ്രസ്ഥാനത്തെ നേരിടാൻ വരിക എന്നത് ഒരു പുതിയ കാര്യമല്ല, വളരെ മുമ്പേ നടന്നിട്ടുള്ളതാണ്. ബഹുമാന്യരെ, നാം പറഞ്ഞു വന്നത് ശൈത്വാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ എതിർക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ പുതിയതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മടവൂരികൾ മാത്രമല്ല, നേരെമറിച്ച് നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക പുരോഹിതന്മാർ പയറ്റി പരാജയപ്പെട്ട ഒരു അടവാണിത് എന്ന് നാം ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ളത് റിസാലയാണ്. ഈ റിസാലയിൽ സാക്ഷാൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന അള്ളാന്റെ ഖുർആൻ തിരുത്തിയ സഖാഫി, അയാൾ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം അയാൾ വെറുതെ എഴുതിയതല്ല, അയാളുടെ ഒരു അനുഭവം, ഒരു യാത്രാ വിവരണം അദ്ദേഹം എഴുതിയതാണ്. അതിൽ അദ്ദേഹം മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നടത്തിയ ഒരു യാത്രയെ സംബന്ധിച്ചാണ് എഴുതുന്നത്. ഒരു ബസ് യാത്രയുടെ ഓർമ്മ എന്ന പേരിലാണ് ഈ റിസാലയിൽ ഈ ലേഖനം വന്നിട്ടുള്ളത്. ആ റിസാലയിൽ അയാൾ പറയുന്നത്, കാലം 1992, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര തികച്ചും യാദൃച്ഛികം. മാളിയേക്കലിൽ നിന്ന് മർക്കസിലേക്ക് പോകുന്ന ഞാനും നെല്ലിക്കുത്തിൽ നിന്ന് വരുന്ന ഉസ്താദും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചെത്തി. കോഴിക്കോട്ടേക്കുള്ള ബസ് പിടിക്കണം. ഞാൻ ഓടിക്കരച്ചകത്ത് കയറി സീറ്റ് പിടിച്ചു. ഉസ്താദ് സാവകാശം ബസ്സിൽ കയറി. ഒരു സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ച്. എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയാകണം അവിടെ ഇരിക്കണം, മറ്റാരെങ്കിലും ഇരുന്നാൽ എനിക്ക് പ്രയാസമാകും എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ പരമാവധി ഒതുങ്ങി ഒറ്റച്ചന്തിയിൽ സീറ്റിലിരുന്നു. കണ്ടക്ടർ വന്നു. ടിക്കറ്റ് വാങ്ങാൻ ഞാൻ കീശയിൽ കൈവച്ചു. ഉസ്താദ് കൈക്ക് പിടിച്ചു. നിങ്ങൾ മുത്തഅല്ലിമാണ്, ടിക്കറ്റ് ഞാൻ എടുക്കാം. സ്നേഹപൂർവമായ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു. മഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ബസ് കോഴിക്കോട് റോഡിൽ പ്രവേശിച്ചതോടെ ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്താണ് ആ ദൃശ്യം? സുലൈമാൻ സഖാഫി പറയാണ്, ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്താണ് ആ ദൃശ്യം? നീണ്ടു നിവർന്നു കിടക്കുന്ന വെള്ള നിറമുള്ള ചുമരിൽ നെടുങ്കനക്ഷരങ്ങളിൽ ഒരു ചുമരെഴുത്ത്. എന്താ ചുമരെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. ടൗണിന്റെ ആലസ്യത്തിൽ റോഡിന്റെ പാളങ്ങളിൽ കയറിയിറങ്ങി ഞങ്ങളുടെ ശകടം ഇഴയുകയാണ്. ഞാൻ ആ ചുമരെഴുത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് കണ്ടപ്പോൾ മുതൽ മൂപ്പർക്ക് ഭയങ്കര അസ്വസ്ഥത. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് എഴുതി വെച്ച ആ വാചകം കണ്ടപ്പോൾ
സുലൈമാൻ സഖാഫിക്ക് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത. അതുകൊണ്ട് ഉസ്താദാണെങ്കിലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഓർപ്പിക്കുകയാണ്, അല്ല ഉസ്താദെ കണ്ടില്ലേ എഴുതി വെച്ചത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന് ഒരു ബദൽ മുദ്രാവാക്യം എന്തെന്നാ, ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്തെന്നാ മൂപ്പര് ചോദിക്കുന്നത് ഉസ്താദിനോട്. അള്ളാഹു ഏകൻ എന്ന് എവിടെടുത്ത് എഴുതി വെച്ചാ മൂപ്പരത് കണ്ടാ ചിന്തിക്കേണ്ട ഇതിനൊരു എതിർ മുദ്രാവാക്യം വേണം, ബദൽ മുദ്രാവാക്യം വേണമെന്നാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് എഴുതി വെച്ചത് കണ്ടപ്പോ ഉസ്താദിനോട് ഇയാൾ ചോദിക്കാണ്, ഇതിന് ബദൽ മുദ്രാവാക്യം എന്ത്? ഞാൻ ചോദ്യം തൊടുത്തു. നവീനവാദികളുടെ ഈ തലവാചകം വഴി ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമല്ലോ എന്നാണ്. ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുമല്ലോ, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുമല്ലോ എന്ന്. ഉസ്താദ് ഒന്ന് നിവർന്നിരുന്നു, തലപ്പാവ് ഉയർത്തി നേരെ വെച്ചു, എന്നോടൊന്നുകൂടി അടുത്തിരിക്കാൻ പറഞ്ഞു. ഒരു നറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ കാത് കുറിപ്പിച്ചു കേട്ടു. ബസ്സിലാണ്, ബസ് യാത്രക്കിടയിലാണ് സംസാരം. എന്നിട്ട് ഉസ്താദ് എന്താ പറഞ്ഞത്? ഇവർ ഇങ്ങനെ തന്നെ പറയണം. ആര്? മുജാഹിദികൾ ഇങ്ങനെ തന്നെ പറയണം. ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? കണ്ടോ, ഉസ്താദ് ഇബ്ലീസിനെ കൂട്ടുപിടിച്ചു. ഉടനെ ആരെ എതിർക്കാൻ? മുജാഹിദികളെ എതിർക്കാൻ. ഇബ്ലീസിനെ പിടിച്ചിട്ട് ഇബ്ലീസിന്റെ പേരിൽ ഉസ്താദ് പറയണെന്ത്? ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? അള്ളാന്റെ ഖുർആൻ തിരുത്തിയ സുലൈമാൻ സഖാഫി പറയാം, ഞാൻ അന്താളിച്ചു പോയി. മൂപ്പര് അന്താളിച്ച പിന്നെ ബാക്കിയുള്ളവർ കാര്യം പറയണ്ടോ? അപ്പൊ ഞാൻ അന്താളിച്ചു പോയി, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞെന്നോ ഞാൻ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറയാണ്, അതെ അതെ, ആ പദം പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ അവന്റെ നിലപാട് എന്തായിരുന്നു? സുജൂദ് അള്ളാഹുവിന് മാത്രമെന്നല്ലേ? ആ സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ? അത് അള്ളാഹുവിന് എത്രയും ചെയ്യാൻ സന്നദ്ധനായിരുന്നു ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിക്ക് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ധിക്കാരത്തോടെ അവൻ പിന്മാറാൻ കാരണമെന്ത്? സുജൂദ് അള്ളാഹുവിന് മാത്രമെന്നായിരുന്നു അവന്റെ മനോഭാവം. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. അപ്പോ ഈ രണ്ട് മുദ്രാവാക്യവും ഒന്ന് തന്നെയാണെന്നാ. അപ്പോൾ സുലൈമാൻ സഖാഫി എഴുതാണ്, ബസ് ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിൽ ഒന്ന് പുരണ്ട് മുന്നോട്ടാഞ്ഞു. വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഉസ്താദ് കമ്പിയിൽ പിടിമുറുക്കി, കട്ടൽ വീണതാണ്, പെട്ടെന്ന് കമ്പിയിൽ പിടിമുറുക്കി. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇരുത്ത ശരിപ്പെടുത്തിയാൽ ഉസ്താദ് ഇളകിപ്പാനിടക്ക് മൂപ്പര് ശരിക്കൊന്നും ഇരുന്നു അതിനിടക്ക്. ഇത് എങ്ങനെ വിശദീകരിക്കും? ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെ വിശദീകരിക്കും? ഉസ്താദ് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. പ്രാർത്ഥന, സുജൂദ് എന്നിവ അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്നവർക്ക് അല്പം വകതിരിവ് വേണം. അല്ലാത്ത പക്ഷം ആദമിന്റെ മുന്നിൽ നിർവഹിക്കണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ച സുജൂദും മഹാപാപമാണെന്ന് പറയേണ്ടി വരും. ഈ വകതിരിവില്ലാത്തതാണ് ഇബ്ലീസിനും വഹാബികൾക്കും സംഭവിച്ച കുഴപ്പം. എന്നിട്ട് ഉസ്താദ് സുലൈമാൻ സഖാഫിയോട് പറയാണ്, എന്ത്? ഇപ്പോൾ വേണ്ടത് ഇതാണ്. എന്ത്? നിങ്ങൾ SSFന്റെ കുട്ടികൾ എല്ലാ ചുവരുകളിലും എഴുതി വെക്കണം. എന്ത്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അള്ളാഹുവിന് മാത്രം ഇബ്ലീസ്. ഇത് എഴുതി വെക്കണം എന്നാ. അപ്പൊ മുജാഹിദികൾ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് എഴുതാൻ തീരുമാനിച്ച് അവരെങ്ങനെ എഴുതുമ്പോ ഇയാള് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണല്ലോ, സുലൈമാനെ നീ SSFന്റെ കുട്ടികളോട് പറയണം എല്ലാ ചുമരിലും എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ടത്? എല്ലാ ചുമരുകളിലും എഴുതി വെക്കേണ്ടത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അള്ളാഹുവിന് മാത്രം ഇബ്ലീസ്. ഇബ്ലീസ് അല്ല ഞെട്ടി. അങ്ങനെ ഉണ്ടല്ലോ, മുരിയാര് ദുഷിച്ചാൽ ഇബ്ലീസിനേക്കാൾ മോശാകും എന്നാണ്. എന്നാണ് ഖുർആൻ പറഞ്ഞത്. അയാളെ ശൈത്താൻ പിൻപറ്റിയെന്ന്. അയാളുടെ പുറകെ ശൈത്താൻ പോയി. ഒരു പണ്ഡിതൻ പിഴച്ചതാണ്. അയാളുടെ പുറകെ ശൈത്താൻ പോയി എന്നാണ് പറഞ്ഞത്. ശൈത്താന്റെ പുറകെ അയാൾ പോയിന്നല്ല, അയാളുടെ പുറകെ ശൈത്താൻ പോയി. ഈ രൂപത്തിൽ അലിക്കുത്തുബ് മുസ്ലിയാർ ഇത് പറഞ്ഞപ്പോ ശൈത്താൻ തന്നെ ഞെട്ടിക്കാണും. കാരണം ശൈത്താൻ പറയാത്തത് ശൈത്താന്റെ പേരിൽ പറയാണ്. കാരണം എന്ത്? മുജാഹിദുകളെ എതിർക്കണം, വഹാബികളെ എതിർക്കണം. എനിക്ക് ആവേശമായി, സുലൈമാൻ സഖാഫി പറയാണ്, എനിക്ക് ആവേശമായി. ഇത് എങ്ങനെ സമർത്ഥിക്കും? അങ്ങനെ എഴുതാമോ? അങ്ങനെ എഴുതാമോ? ഇതെങ്ങനെ സമർത്ഥിക്കും? ഉസ്താദ് വീണ്ടും ഫോമിലായി. മൂപ്പര് 6 അടിച്ച ഫോമില. എന്നിട്ട് തലയിൽ കെട്ട് വീണ്ടും തലയിൽ ഉയർത്തി വീണ്ടും തലയിൽ വെച്ചു ഹെൽമെറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വിശദീകരിക്കാൻ പോവാണ്. എന്താണ് സുജൂദ്? ആരാധനാ മനോഭാവത്തോടെയുള്ളതും ആരാധനാ മനോഭാവം ഇല്ലാത്തതുമായി രണ്ട് വിധമുണ്ട്. ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതാണ്. ആരാധനാ മനോഭാവമില്ലാതെയുള്ള സുജൂദാണ് ആദമിന് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇത് മലക്കുകൾക്കറിയാമായിരുന്നു, പക്ഷേ ഇബ്ലീസിന് ഈ വകതിരിവ് ഉണ്ടായിരുന്നില്ല. അവൻ സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന ആശയം മുന്നോട്ട് വെച്ച് ചുമരെഴുത്ത് നടത്തി നരകത്തിൽ പോയി. ഈ വഴിക്കല്ലേ വഹാബി പോകുന്നത്? ഇവർ പറയുന്നതും അത് തന്നെയല്ലേ? ഉസ്താദ് നിർത്തി. ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കയറി. ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം ഉസ്താദുമായി കൂടുതലെടുക്കാൻ ആ ബസ് യാത്ര അവസരമായി എന്നാണ് റിസാലയിൽ എഴുതി വെച്ചത്. എന്തായാലും ബസ് കോഴിക്കോട്ട് എത്തിയത് നന്നായി. വല്ല കാസർഗോട്ടേക്കായിരുന്നു യാത്രയെങ്കിൽ അവിടെ എത്തുന്നതിനുള്ളിൽ ഇസ്ലാമി പൊളിച്ചു വെച്ചേ ഉസ്താദ് ശിശരി കൂടി. ഞാനത് സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത് ആമുഖമായി സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, കുറെ മുമ്പേ തുടങ്ങി ഇബ്ലീസിനെ പിടിച്ചിട്ട് മുജാഹിദുകളെ എതിർക്കാൻ.
ശൈത്താനെ പിടിച്ച് മുജാഹിദുകളെ എതിർക്കാൻ, ജിന്നുകളെ കൂട്ടുപിടിച്ച് മുജാഹിദുകളെ എതിർക്കാൻ, അങ്ങനെ ഒരു വിഭാഗം ആവുന്നത്ര കളവ് പ്രചരണങ്ങളും ചുവരെഴുത്തുകളും നടത്തി ആ വഴിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാമോ എന്ന് നോക്കി, നടന്നില്ല. അപ്പൊ ശൈത്താൻ അടവൊന്നു മാറ്റി. എന്നിട്ട് പുതിയൊരടവുമായി അവൻ രംഗത്ത് വന്നു. ആ അടവെന്താ? മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന, ശൈത്താനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്ന്. ഈ നാട് നീളെ വളരെ ശക്തമായ പ്രചാരവേലകൾ, പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തി. മുജാഹിദ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുജാഹിദ് നേതാക്കളും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, മലക്കുകളോട് തേടുന്നവരാണ് എന്ന പ്രചരണം നടത്തി നാടുനീളെ നടന്നു. ഞങ്ങൾക്കങ്ങനെ വാദം ഉണ്ടായോ? ഞങ്ങളെങ്ങനെ വാദിച്ചുവോ? വാദിച്ചിട്ടില്ല. ഞങ്ങളെങ്ങനെ വാദിക്കുമോ? വാദിക്കുകയുമില്ല. ഞങ്ങളെങ്ങനെ വാദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ ഞങ്ങളുടെ നേതാക്കൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ വാദിക്കുന്ന ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരുമായി സഹകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. തെളിവെന്താ? നിങ്ങളിട്ട സീഡി തന്നെ. സാക്ഷി എന്താ? നിങ്ങളിട്ട ക്ലിപ്പുകൾ തന്നെ. ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടത്താണിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവർ, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പ്രസംഗിച്ചവർ, അവർക്ക് മറുപടി പറയാൻ അന്നും ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അന്നും ഈ രൂപത്തിൽ ഇവിടെ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്നതേ രണ്ടത്താണിയിൽ വരുമ്പോൾ നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പറയുന്ന ആരോപണം എന്താ? ആക്ഷേപം എന്താ? അതേ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ, മുജാഹിദ് നേതാക്കൾ തന്നെ വളരെ ശക്തമായി പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ പറയുന്നു. കേട്ടില്ലേ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി. ശബാബിന്റെ എത്ര ലക്കങ്ങളാ നിങ്ങൾ മാറ്റിവെച്ചത്? ശബാബിൽ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, പേരെന്താണെന്നറിയുമോ? നെല്ലും പതിരും എന്നാണ്. അതിൽ നെല്ലുണ്ടായിരുന്നില്ല, പതിര് മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ വർഷങ്ങളായി നെല്ലും പതിരും എന്ന പേരിൽ പങ്ക്തി എഴുതിയിട്ട് മുജാഹിദുകൾ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നവരാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ട് അതേ ശബാബിന്റെ 1 ലക്കം നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എന്ത് പറയാൻ? മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർക്കെതിരാണ് എന്ന് പറയാൻ, ജിന്നിനോട് സഹായം തേടുന്നവർക്കെതിരാണ് എന്ന് പറയാൻ നിങ്ങൾ 1 ലക്കം മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷറക്കിക്കാത്ത ഒരു സംവിധാനമുണ്ട്. പാമ്പ് തന്നെ വിഷറക്കണം. നിങ്ങൾ കയറ്റിയ വിഷം നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇറക്കും. അതിവിടെ നടന്നു. ഇനി കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിങ്ങൾ ഈ സീഡിയുമായി നടക്കണം, ഈ പ്രസംഗം നിങ്ങൾ കേൾപ്പിക്കണം. എന്നിട്ട് ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഈ സമൂഹത്തോട് നിങ്ങൾ തന്നെ പറയണം, മുജാഹിദ് പണ്ഡിതന്മാർ, മുജാഹിദ് നേതാക്കൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ജിന്നിനോട് സഹായം തേടാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കൗൺസിൽ കൂടുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ യോഗം നടത്തുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ പുസ്തകം എഴുതുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ ശബ്ദിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് നിങ്ങളെ തൊള്ള കൊണ്ട് കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ഞങ്ങൾ പറയിപ്പിക്കും. നിങ്ങൾ പറയണം, പറഞ്ഞു നടക്കണം. പക്ഷേ അങ്ങനെ പറഞ്ഞു നടന്നത് കൊണ്ട് നിങ്ങളുടെ ബാധ്യത തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്കൊരു നിലപാടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ നിലപാട് ഇന്നത്തെ നിലപാടല്ല, ഇന്നലത്തെ നിലപാടല്ല. നേരെ മറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യോൽപ്പത്തി മുതൽ വിശ്വാസി സമൂഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ നിലപാട് എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ആ റബ്ബിൽ യാതൊന്നിനെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടുകയും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതി. എന്തായിരുന്നു അവിടുത്തെ സംവാദത്തിന്റെ വ്യവസ്ഥ? ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ, അദ്ദേഹം ഓരോ വീട്ടിലും കയറി ഇറങ്ങി അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് നിങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ നാട്ടുകാരെ ചോദിച്ചു, അല്ല, ഞങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഓതിക്കൊടുത്തു, നിങ്ങൾ മൗലിദ് ഓതുമ്പോൾ അതിലുണ്ട്, ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രി വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ശിക്കായത്ത് ബോധിപ്പിക്കുന്ന വാചകങ്ങൾ അതിലുണ്ട്. അത് തെറ്റാണ്, കുറ്റകരമാണ്, പാടില്ലാത്തതാണ്. സ്വാഭാവികമായും ചോദ്യം ഉണ്ടായി, വാദപ്രതിവാദത്തിന് നിങ്ങളുണ്ടോ? നിങ്ങൾ വാദപ്രതിവാദം നടത്താനുണ്ടോ? അങ്ങനെ എഴുതി. ഈ വിഷയം അല്ലെങ്കിൽ ഇർതകബതു ജല്ലൽ ശിർക്കാണ് എന്നവര്, അല്ലെങ്കിൽ നമ്മളും ശിർക്കല്ല എന്നവരും. അങ്ങനെ വാദപ്രതിവാദത്തിന് വിഷയം എഴുതിയിട്ട് കരാർ നിശ്ചയിക്കുവാൻ വേണ്ടി ഒരു വീട്ടിൽ കൂടിയപ്പോ
ചില അഹ്സനിമാരാണ് കരാർ എഴുതാൻ വേണ്ടി വന്നത്. അവർക്ക് ആ വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമില്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോയവരാണ്. അള്ളയല്ലാത്തൊരു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്, ജിന്നോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല, എഴുതാൻ തയ്യാറുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് വരെ മാറ്റമുണ്ടായിട്ടില്ല, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞു. എന്നിട്ട് അതിന്റെ CD, കരാറിന്റെ CD വട്ടാഞ്ചേരി സംവാദം എന്ന് പറഞ്ഞ് പുറത്തിറക്കി. അതിന്റെ ചില ഭാഗങ്ങൾ, അഹ്സനി പ്രസംഗിക്കുന്ന ഭാഗങ്ങൾ കഷ്ടിച്ചെടുത്ത് നാട് നീളെ കണ്ടോ, മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് ഇതാ അഹ്സനിമാർ പോലും പറയുന്നു. അതിനുശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ പ്രദേശത്ത് ചില ചെറുപ്പക്കാർ തമ്മിൽ സംസാരിച്ചു. വാദപ്രതിവാദത്തിന് വാദമെഴുതി അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ശിർക്കാണ്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, അതുപോലെ തന്നെ പള്ളിപ്പടിത്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വാദിച്ച് അവിടെ ചെറുപ്പക്കാർ തമ്മിൽ സംസാരമായി. അവസാനം വാദപ്രതിവാദത്തിന്റെ കരാറിലേക്ക് വന്നപ്പോൾ വീണ്ടും അതേ അഹ്സനി വന്നു. പഴയ അടവ് വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു, അവിടെ വെച്ചുകൊണ്ട് വാദിച്ചു, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എഴുതണം. ഞങ്ങൾ എഴുതാൻ തയ്യാറായി, 2 വാദപ്രതിവാദം നടത്തി തരാം. ഒന്ന്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളയല്ലാത്തവരോട് നടത്തുന്ന ആ ദുആ അത് ശിർക്കാണ്. ആ വിഷയത്തിലും അതുപോലെ മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ്. ഇങ്ങനെ 2 വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളുമായി വാദപ്രതിവാദം നടത്താമെന്ന് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും വന്നയാളുകൾക്ക് വാദപ്രതിവാദം നടത്തലല്ലോ ഉദ്ദേശം, അതുകൊണ്ട് അവിടുന്നും തെറ്റിപ്പോയി. ആ ചക്കരപ്പറമ്പിന്റെ CD-യിൽ നിന്നും ഇവർ ക്ലിപ്പ് മുറിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അഹ്സനി പറയാണ്, അഹ്സനി പറഞ്ഞതാണോ മുജാഹിദുകളുടെ വാദം? അയാൾ എന്തൊക്കെ പറയും, അത് മുജാഹിദിന്റെ വാദമാണോ? ഞങ്ങളുടെ വാദം മറച്ചു വെച്ചിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചു നടന്നു നിങ്ങൾ ഇല്ലേ? അതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മുറിച്ചുകൊണ്ട് നിങ്ങൾ നാട് നീളെ നടന്നു ഇല്ലേ? പക്ഷെ ഇപ്പോഴും നിങ്ങൾ മുറിക്കുകയാണ്. നിങ്ങൾ മുറിക്കുന്നത് കൗൺസിൽ CD-യാണ്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകളാണ്, ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളാണ് നിങ്ങളിപ്പോൾ മുറിച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങളറിയാതെ സത്യം പറയുന്നു, നിങ്ങളറിയാതെ നിങ്ങളുടെ വാദത്തെ നിങ്ങൾ തകർക്കുന്നു. നിങ്ങൾ നാട് നീളെ പറഞ്ഞത്, പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിക്കുന്നു. ഇത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ചാണെങ്കിലും അവർ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു, ഇന്നലകളിൽ പറഞ്ഞു, ഇന്ന് പറയും, നാളെയും പറയും, ജിന്നിനോട് പ്രാർത്ഥിക്കൽ തെറ്റാണ്, ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടൽ തെറ്റാണ്, ശിർക്കാണ്. അത് പറയാൻ മുജാഹിദുകൾക്ക് മടിയില്ല. പയ്യന്നൂർ മുഖാമുഖം നടത്തുമ്പോ, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കണ്ണൂരാണ്. പയ്യന്നൂർ മുഖാമുഖം നടത്തുമ്പോ ചോദ്യം ചോദിക്കാൻ ഒരാൾ വന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് പേര് പറഞ്ഞു, എന്റെ പേര് യാസ്മിൻ എന്നാണ്, ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. എന്താ? കണ്ണൂർ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ട്രെയിൻ കയറി വന്നിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, ജിന്നിനോട് സഹായം നേടാൻ പാടുണ്ടോ? പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല അങ്ങനെയാണല്ലോ നാട് നീളെ പ്രചരിപ്പിക്കുന്നത്, ഏതായാലും അങ്ങനെയല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചുവല്ലോ എന്ന്. ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ഏതായിരുന്നാലും ഇനി മേലിൽ ആ പ്രചരണവുമായി താങ്കളിൽ നടക്കൂലല്ലോ, ആ കള്ളവാർത്തയുമായി താങ്കളിൽ നടക്കൂലല്ലോ, താങ്കളുടെ ധാരണപ്പശക് തീർന്നുവല്ലോ എന്ന് അവിടുന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ചുകൊണ്ട് മുഖാമുഖം നടത്തുമ്പോൾ ഒരു സമസ്തക്കാരനാ വന്നത്. ആ സമസ്തക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചതെന്താ? ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ എന്നാ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ അറച്ചു നിന്നിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അവരുടെ കൈകാലുകൾ വരച്ചിട്ടില്ല. എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് കൃത്യമായി സമർത്ഥിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി അവിടെ വെച്ചുകൊണ്ടും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, സമർത്ഥിച്ചു കൊടുത്തു. നിങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇനി ഞാൻ വെറുതെ പറയുകയല്ല. ബഹ്റൈൻ മുഖാമുഖത്തിന്റെ CD ഇറങ്ങുമ്പോൾ വിശദമായി നിങ്ങൾ കേൾക്കുക. അതിന്റെ ആ ഭാഗത്തിന്റെ കുറച്ചു മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേട്ടോളൂ. എന്റെ ചോദ്യം റഷീദ്. എന്റെ ചോദ്യം, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ അതല്ല തൗഹീദാണോ എന്നുള്ളതാണ്. ഏതായാലും സംശയം തീരുന്നവരെ ചോദ്യത്തിന് അവസരമുണ്ട് എന്ന് ബഹുമാന്യൻ സ്റ്റേജിൽ നിന്ന് വ്യക്തമാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സംശയം തീർന്നാൽ സംശയം തീർന്നു എന്ന് പറയണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സംശയം തീർന്നില്ല എന്നും പറയണം. സംശയം തീർത്തരാം. അപ്പൊ ഇവിടെയുള്ള സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേന്ന്. വിഷയാവതരണം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല.
വിഷയാവതരണം ഒന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും എന്റെ സുഹൃത്ത് ചോദിക്കുമായി. കാരണം ഇവിടെ വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എന്താകട്ടെ. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പാടില്ല എന്ന് വെറുതെ പറയല്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ദുല്ലസീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. ഖുൽ, നബിയെ താങ്കൾ പറയൂ, ഉദുല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ഇലാഹുകളോട്, നിങ്ങളുടെ ആരാധനാമൂർത്തികളോട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല, നിങ്ങളുടെ പ്രയാസത്തെ നീക്കുവാനോ നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനോ അവർക്ക് സാധിക്കുന്നതല്ല, അവർക്ക് കഴിയുകയില്ല. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മൂർത്തികൾ തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗം അന്വേഷിക്കുന്നവരുമാണ്. അവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ വരെ എന്ന് മാത്രമല്ല, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുതിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഉലൈക അല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണെന്ന് പറഞ്ഞുവല്ലോ. ഇങ്ങനെ ഈ ആയത്ത് അവതരിക്കുവാനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഖാല നസലത് ഫീ നഫരിൻ മിനൽ അറബ്, അറബികളായ ഒരു സംഘം ആളുകളുടെ കാര്യത്തിൽ അവതരിച്ചതാണ്. കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി, അവര് ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ആരാധിച്ചവരായിരുന്നു. ഫഅസ്ലമൽ ജിന്നിയൂന, എന്നാൽ ആ ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി. വൽ ഇൻസുല്ലദീന കാനൂ യഅ്ബുദൂനഹും, എന്നാൽ അവർ മുസ്ലിമായ വിവരമറിയാതെ ചില ആളുകൾ അവരോട് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നേർച്ച വഴിപാട് അർപ്പിക്കാൻ തുടങ്ങി, അവരോട് ആവലാദികൾ ബോധിപ്പിക്കാൻ തുടങ്ങി. ഫനസലത് ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ആ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു തന്നത്. അഥവാ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അഥവാ ആ ജിന്നുകൾ അവര് അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം അന്വേഷിച്ച് മുസ്ലിമായവരാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. ഇനി അതെല്ലാവരും മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും ആ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, തേടാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ, അതല്ല എങ്കിൽ ഒരാൾ പാടുന്നു, വമൻ യുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി ശർമൻ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിളിക്കണം, ഖൽവത്തിലായിരുന്നു വിളിക്കണം, ഏകാഗ്രതയോടെ വിളിക്കണം, മനസാന്നിധ്യത്തോടെ വിളിക്കണം. അങ്ങനെ ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ, യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ തീർച്ചയായും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് ഖുതുബിയത്തിൽ പാടിയിട്ട് ഒരാൾ പാതിരാത്രിയിൽ കഥകടച്ചിരുന്ന് യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുകയാണ്. അത് ശിർക്കാണ്, അത് കുഫ്റാണ്. വേറൊരു മുസ്ലിയാരും മാറി നിന്നുകൊണ്ട് ഖുതുബിയത്ത് ഓതുന്നതിന് മുമ്പ് കുറെ ജിന്നുകളുടെ പേര് പറയുന്നു, കുറെ അർവാഹുകളുടെ പേര് പറയുന്നു, എന്നിട്ട് അവരോട് തേടുന്നു, ആവലാദികൾ ബോധിപ്പിക്കുന്നു. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ഇനി അതല്ല വേറൊരാൾ മാറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അയാളെ പ്രാർത്ഥന എന്നറിയോ? യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റായീൽ. അയാൾ പ്രാർത്ഥിക്കുന്നത് യാ ജിബ്രീൽ ജിബ്രീലിനെ വിളിച്ചുകൊണ്ടാണ്, യാ മീകായിൽ മീകായിലിനെ വിളിച്ചുകൊണ്ടാണ്, യാ ഇസ്രാഫീൽ ഇസ്രാഫീലെ എന്ന് വിളിച്ചുകൊണ്ടാണ്, യാ അസ്റായീൽ അസ്റായീലിനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്തിനാ അസ്റായീലിനെ വിളിച്ച് നമുക്ക് പിടിയിട്ടില്ല, ആയിക്കോട്ടെ അസ്റായീലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, കുഫ്ർ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജിന്ന് ഒഴിവാണ് എന്ന് ഒരാളും മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിക്കോ, ജിന്നിനോട് മാത്രമല്ല, മലക്കിനോട് മാത്രമല്ല, മനുഷ്യനോട് മാത്രമല്ല, കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല, അള്ളയല്ലാത്ത ഏത് പടപ്പിനോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അതിൽ മുസ്ലിമിന് സംശയം ഉണ്ടാകാൻ പാടില്ല, തർക്കിക്കാനും പാടില്ല.
ഇത് വളരെ വ്യക്തമായി പറയുന്നവരാണ് മുജാഹിദുകൾ. ഇത് പറയാൻ മടിയില്ലാത്തവരാണ് മുജാഹിദുകൾ. ഒരു സ്ഥലത്തല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അനുബന്ധ ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ അനുബന്ധ ചോദ്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥനയല്ലേ പറഞ്ഞത്, സഹായതേട്ടമാണ് ഞാൻ ചോദിച്ചത്. അതിന് വളരെ വ്യക്തമായി പിന്നെയും മറുപടിയുണ്ട്. പിന്നെയും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പുസ്തകത്തിൽ പറഞ്ഞതോ, അതിനും മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞതോ, അതിനും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തുകയും മുഖാമുഖം നടത്തുകയും ഖണ്ഡന പ്രസംഗം നടത്തുകയും എഴുതുകയും അതുപോലെ തന്നെ സ്കോഡ് നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് മുജാഹിദുകൾ, മുജാഹിദ് പ്രവർത്തകർ. ആ മുജാഹിദുകളോടാണ് നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം അത് കേട്ടു, മനസ്സിലാക്കി. അങ്ങനെ ആർക്കെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വാദമുണ്ടോ? ഇല്ല. ഉണ്ടാകാൻ പാടുണ്ടോ? അതുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അത് ഉൾക്കൊള്ളുകയുമില്ല. അത് വളരെ വ്യക്തമായി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ നിലപാടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളുടെയും പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അത് തന്നെയാണ്. നിങ്ങൾ കേൾപ്പിച്ച കൗൺസിൽ സിഡിയിലാണെങ്കിലും അതുപോലെ കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിലാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, മലക്കിനോട് തേടാൻ പാടില്ല, അതുപോലെ തന്നെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഞങ്ങൾ വീണ്ടും 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 ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്കതിന് മടിയില്ല. ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച വാചകമാണത്. ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച വാചകമാണത്. എന്നാൽ ആ സീഡ് കിട്ട് ആഘോഷിക്കാൻ ഇറങ്ങിയ മടവൂരികളോട് സ്നേഹത്തോടെ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ ആദർശം എന്താണ്? നിങ്ങളുടെ നിലപാടെന്താണ്? CP-യുടെ ചാരത്താണ് ഞാനുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ചാരത്താണ് ഞാനുള്ളത്. ഈ അദ്ദേഹത്തിന്റെ വീടിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, CP എന്താണ് നിങ്ങളുടെ നിലപാട്? ജിന്നിനോട് സഹായം തേടുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്ത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ വിശദീകരിക്കണം. ഇത് കൃത്യമായ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്ന വാചകമാണ്. ഞാൻ ഉദ്ധരിക്കുന്ന തെളിവുകൾ, ആ തെളിവുകളിലേക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. നാളെ വന്ന് വീണ്ടും CD കിട്ട്, കൗൺസിൽ CD കിട്ട് കാണിച്ചു പോയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നതിന് നിങ്ങൾ മറുപടി പറയണം. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയണം. എന്താണ്? ഇത് യുവത ഇറക്കിയ പുസ്തകമാണ്. യുവത ഇറക്കിയ പുസ്തകമാണ്. പേരെന്താണ്? തൗഹീദ്, പ്രാർത്ഥന, ചോദ്യങ്ങൾക്ക് മറുപടി. ചെറിയ മുണ്ടം എഴുതിയ പുസ്തകമാണ്. ഈ ചെറിയ മുണ്ടത്തിന്റെ പേരിൽ വന്ന പുസ്തകം ചെറിയ മുണ്ടം ഒരു പുസ്തകമായി എഴുതിയതല്ല. ശബാബിൽ ഖണ്ഡശം വന്നുകൊണ്ടിരുന്ന ചോദ്യോത്തരങ്ങൾ, ആ ചോദ്യോത്തരങ്ങൾ പുസ്തകമാക്കിയതാണ്. ഈ പുസ്തകത്തിൽ നിന്നുള്ള വാചകം ഞാൻ കേൾപ്പിക്കാം. എന്ത്? അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. കൗൺസിൽ CD അല്ല കേട്ടത്, ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകമല്ല കേട്ടത്. നേരെ മറിച്ച് യുവത ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. വിജനപ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതിന് പ്രാർത്ഥനയെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോട് സഹായം തേടുന്നത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞവരും അത് പ്രാർത്ഥനയാണെന്ന് എഴുതിയവരും ആ വിഷയത്തിൽ ചക്കരപ്പറമ്പിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയവരുമാണ് ഞങ്ങൾ. അത് നിങ്ങൾ ക്ലിപ്പിടുന്നല്ലോ ഇല്ലേ? കാര്യം എന്താ? ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. ആ വിഷയം പറയുന്നവരാണ് ഞങ്ങൾ. ഈ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്താ നിലപാട്? എന്താ നിലപാട്? മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നവർ മറുപടി പറയണം. ഇവര് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് തെറ്റാണെന്നാണോ? ഇത് ശരിയല്ലെന്നാണോ? ഇത് ശരിയല്ലെന്നാണോ പറഞ്ഞത്? അല്ല, നേരെ മറിച്ച് ഇവര് പറഞ്ഞ മറുപടി, ആ മറുപടി നിങ്ങൾ കേട്ടോളൂ. മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ചെറിയ മുണ്ട് എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ചോദിച്ചോന്നാ. കണ്ടോ? ഇതിലില്ലാത്ത വാചകം വെച്ചിട്ട് മുപ്പര് മറുപടി. ജിന്നുകൾക്കൊരു കഴിവും കൊടുത്തിട്ടില്ല എന്ന് അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടെന്നാ ബുക്ക് ഇവിടെ ഉണ്ട്. ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ കോപ്പിയാണ്. ആ വാചകം അതിന്റെ മുമ്പിലില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താ? ജിന്നുകൾക്ക് ഒരു കഴിവും കൊടുത്തിട്ടില്ല എന്നെ മോളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ജിന്നുകൾക്ക് വല്ല കഴിവും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത കഴിവിൽ നിന്ന് ജിന്നിനോട് ചോദിക്കാം, അതിൽ തെറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പോഴും ചോദിക്കാതെ കിട്ടിയില്ലേ? ചോദിക്കാതെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞത് എന്താ? കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ബുക്കിലില്ല എന്നാ. പക്ഷെ നിങ്ങൾ പറഞ്ഞതോ കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാ. ആര്? ഇപ്പറഞ്ഞ ആൾ തന്നെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കേട്ടോളൂ.
ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഇയാൾ തന്നെ പറഞ്ഞോട്ടെ, കഴിവ് കൊടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള് ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ വാദം എന്താ? കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കാം. നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞെന്താ? അതേ സിംഹാസനം കൊണ്ടുവരാനുള്ള കഴിവ് ഇഫ്രീത്തിനുണ്ട് എന്നാ മനസ്സിലാകുന്നത് എന്നാ. എന്ന് മൂപ്പൻ തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ കസേര മാറ്റിയിടാൻ പറയാമോന്ന്. അങ്ങനെ കഴിവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കാന്ന് നേരത്തെ പ്രസംഗിച്ചത്. അങ്ങനെയാണ് ചെറിയ മുണ്ടം എഴുതിയതെന്നാ വാദിച്ചത്. വളരെ വ്യക്തമായി പറയണം, മനസ്സിലാക്കണം. ഒന്നുകൂടി കേട്ടോളൂ ആ വാചകം, അദ്ദേഹം പറഞ്ഞ വാചകം. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള് ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനല്ലേ ചെറിയ മുണ്ടം പറഞ്ഞത്? അവ ചോദിക്കാന്നല്ലേ അതിന്റെ ഉത്തരം? നിങ്ങളുടെ വാദപ്രകാരം. ഞങ്ങളുടെ വാദപ്രകാരം ചോദിക്കാൻ പറ്റൂല. അതാ ഇഫ്രീത്ത് ആ സ്റ്റൂൾ എടുത്ത് മാറ്റ്, ജിന്നെ ആ കസേര എടുത്ത് മാറ്റി എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ആർക്കും അല്ലാഹു ജിന്നിനെ ഈ രൂപത്തിൽ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റൂല, പാടില്ല. ഇത് വളരെ വ്യക്തമാണ്, ഇത് വളരെ വ്യക്തമായ നിലപാടാണ്. അപ്പൊ ചെറിയ മുണ്ടം എഴുതി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചെറിയ മുണ്ടം എഴുതിയത് തെറ്റല്ല എന്നാണ് അലി പറയുന്നത്. അലിമുല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം വേറൊരാളെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, മൗലവിയോട് പറയണത് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരു പേര് നമ്മൾ വിളിക്കണില്ല, മുല്ല എന്ന് ഞാൻ വിളിക്കൂല ഇനി. അതുകൊണ്ട് അലി മുസ്ലിയാർ പറയട്ടെ, മറയൂരുള്ള അലി മുസ്ലിയാർ പറയട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹം പറയട്ടെ, ചെറിയ മുണ്ടം എഴുതിയത് ശരിയോ തെറ്റോ? CP പറയട്ടെ, ചെറിയ മുണ്ടം എഴുതിയത് ശരിയോ തെറ്റോ? ഇത് തൗഹീദുമായി യോജിക്കുമോ ഇല്ലയോ? ഇന്നും യുവതയുടെ ബുക്ക് സ്റ്റാളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ആശയം അത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടത്താണിയിലെ ജനങ്ങൾക്കറിയണം, കേരളത്തിലെ ജനങ്ങൾക്കറിയണം. ഞങ്ങളുടെ നിലപാടെന്ന് നിങ്ങൾക്കറിയണോ? കേട്ടോളൂ കൗൺസിൽ CD. ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കറിയണോ? നിങ്ങൾ വായിച്ചോളൂ, ജമിയത്തുലമ ഇറക്കിയ പുസ്തകം വായിച്ചോളൂ. ഞങ്ങളുടെ നിലപാടാണത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളുടെയും നിലപാട്. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, മലക്കിനോട് സഹായം തേടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. CP നിങ്ങളുടെ നിലപാട് എന്താണ്? തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ഇത് 2009 ഡിസംബറിൽ ഇറങ്ങിയ ശബാബാണ്. ഈ ശബാബിൽ വീണ്ടും ഇതിനെ ന്യായീകരിച്ചു. ഒരു ചോദ്യം അതിനു വേണ്ടി ചോദിച്ച് വീണ്ടും അദ്ദേഹം പറഞ്ഞ വാചകത്തെ ന്യായീകരിക്കുകയാണ്. കേട്ടോളൂ, ജിന്നുകളും മലക്കുകളും സഹായാർത്ഥനയുമെന്ന ആ ടൈറ്റിൽ വന്ന ചോദ്യവും ഉത്തരം കേട്ടോളൂ. മുജാഹിദികൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പേ ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് ഈ പംക്തിയിൽ മുസ്ലിം നൽകിയ മറുപടിയിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, വിജനമായ ഒരു സ്ഥലത്തു നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ആ വാചകം നിങ്ങൾ നേരത്തെ കേട്ടതാണ്. ആ വാചകത്തിലല്ല പിന്നെ വിശദീകരിച്ചത്. എന്നാലും അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. ആ വാചകം തെറ്റാണെന്നല്ല, എന്റെ മറുപടിയിൽ പറഞ്ഞ വാചകത്തിൽ തെറ്റൊന്നുമില്ല. ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടെയുള്ള ബ്രാക്കറ്റിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് പ്രാർത്ഥനയല്ല. മനസ്സിലായോ? ഇത് വീണ്ടും ശബാബ് എഴുതി കഴിഞ്ഞപ്പോ ഒരാള് മറുപടി ശ്രദ്ധേയമായി ഉഷാറായിട്ടുണ്ട്. മൂപ്പര് ഒരു ശറഹ് കൊടുക്കാൻ പോണ് ഇവിടെ. എന്റെ മൂപ്പര് ഒരു ശറഹ് കൊടുത്തു. പേര് PR അഹമ്മദ് ഹുസൈൻ പാറക്കടവ് എന്നാണ്. അന്വേഷണ കമ്മീഷൻ വെക്കണം ഒരാളുണ്ടോ? അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിൽ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞൊരു അടിക്കുറിപ്പ് കൊടുത്ത് ശറഹ് കൊടുത്തിട്ട് വേറെ ആള് പിന്നെ അതിനും അംഗീകരിച്ചുകൊണ്ട് വാചകം എഴുതി 2009 ഡിസംബറിൽ. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇത് ന്യായീകരിച്ചു ചെറിയ മുണ്ടം. അപ്പോ നമ്മുടെ സലാം സുല്ലമി പറയാണ്, മൂപ്പര് ശിർക്കിന്റെ ആളാ. ആര്? ചെറിയ മുണ്ടോ? ആ ചെറിയ മുണ്ട് എവിടെ എഴുതിയത്? ശബാബില്. അപ്പൊ ശബാബ് ശിർക്കിന്റെ പത്ര. അതിപ്പോ ബുക്കാക്കി വിൽക്കുന്നത് യുവത, പ്രചരിപ്പിക്കുന്നത് ശിർക്ക്. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. സലാം സുല്ലമി പറയുന്നത് തന്നെ നേർക്ക് നേർ നിങ്ങൾ കേട്ടോളൂ. ഈ പറഞ്ഞ വാചകത്തെ സംബന്ധിച്ച്. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ ശബാബിലെ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജന പ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കാൻ വെച്ച പ്രാർത്ഥന. അതിപ്പോ ഞാൻ നോക്കുമ്പോഴാണ് വളരെ അപകടമാണ് ആളെ എഴുതിയത്. അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത്? അത് ചെറിയ മുണ്ടേ.
എന്താ അപകടം അറിയാം. കാരണം തായ്മയോടുകൂടി അദർശ്യം മരിക്കും ചെയ്യും വീട്ടിൽ തേടി തന്നെ തായ്മയല്ല, വിഫലഘട്ടത്തിൽ സായം തേടി തന്നെയല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ സത്യം പറഞ്ഞല്ലേ? ഞാൻ ഇപ്പോഴാണ് സത്യപ്പെട്ടു. നിങ്ങൾ ആരെ വിളിച്ചു വന്നപ്പാ നോക്കിയതാ. നിങ്ങൾ ആരെയും വിളിച്ചു വന്നിട്ട്? ഞാൻ ഒരാൾ വേറെ ചങ്ങായി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. നേതാക്കളെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ച് ചോദിക്കി. അല്ല എന്താ നമുക്ക് വിജനപ്രദേശത്ത് ഒരു വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മനസ്സിനും ചെയ്യും ഉദ്ദേശിച്ചാൽ പ്രാർത്ഥനയില്ലേ? അതിന്റെ മാർഗത്തിലുള്ള സായന്തത്തെ പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് ചെയ്യുന്നല്ലേ? മൂപ്പര് മുമ്പ് എഴുതിക്കുന്ന ചോദിച്ചോ? മൂപ്പര് എഴുതികൾ കൂടെ ന്യായീകരിച്ചാണ് മൂപ്പര ഇതിനെ. അതെന്താ അങ്ങനെ മൂപ്പർക്ക് കഴിയില്ല? ഇങ്ങനെ എന്താ അറിയില്ല, അയാൾ മുമ്പ് എഴുതിയതാണ്, ഇനി മൂന്ന് ന്യായീകരിച്ചെന്നുള്ളൂ. സഭക്ക് വീട്ടിൽ ചോദിച്ചു. പിന്നെ സലാമോലിന്റെ ലേഖനം 2 ലക്കം കഴിഞ്ഞ ഈ ലക്ഷത്തിലല്ല, കഴിഞ്ഞ 2 ലക്കം ഇല്ലല്ലോ. 5 കൊടുക്കൂല, 5 കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുത്തിട്ടുണ്ട്, എന്നാലും കേൾക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉൾക്കനോട് താല്പര്യം, ഇങ്ങനത്തെ നിന്നോടൊക്കെ താല്പര്യമുള്ളൂ. കണ്ടോ? അപ്പൊ മൂപ്പര് വിഷമാൻ എടുത്ത് നിൽക്കാണ്. ആയിക്കോട്ടെ, ചെറിയ മുണ്ട എഴുതിയത് ശരിയോ തെറ്റോന്നാ അത് നമ്മുടെ വിഷയം. മൂപ്പര് പിന്നെ അവിടെ പടലപ്പണക്കോ ബഹളോ വഴക്കോ ഗ്രൂപ്പോ അതൊന്നും ഇവിടെ ചർച്ചയില്ല. നമ്മുടെ ആദർശം തന്നെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കണോ, ഇവിടെ ചെറിയ മുണ്ടം എഴുതിയത് ശരിയോ തെറ്റോ? സിപി പറയൂ, നിങ്ങൾ പറയൂ. ചെറിയ മുണ്ടം എഴുതിയത് ശരിയോ തെറ്റോ? ശബാബ് എഴുതിയത് ശരിയോ തെറ്റോ? യുവത പ്രസിദ്ധീകരിക്കുന്നത് ശരിയോ തെറ്റോ? സലാഹുല്ലമി പറഞ്ഞു, അലി പറഞ്ഞത് തെറ്റ്, ചെറിയ മുണ്ടം പറഞ്ഞത് തെറ്റ്, അത് കുഫ്രാണ്, ശിർക്കാണ്, മലക്കോടുള്ള തേട്ടമാണ്, പ്രാർത്ഥനയാണ് എന്ന് സലാഹുല്ലമി പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റേജിൽ നിന്ന് അലി അതിനെ ന്യായീകരിക്കുന്നു, അലി മുസ്ലിയാറിനെ ന്യായീകരിക്കുന്നു, ചെറിയ മുണ്ടം പിന്നെയും ശബാബിൽ ന്യായീകരിക്കുന്നു. എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ നിലപാട് നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങളുടെ നിലപാട് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ നിലപാട് നിങ്ങൾ വായിച്ചില്ലേ? ഇനി ഒന്നുകൂടി ഞങ്ങൾ വായിച്ചു തരാം, പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ, ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ കേൾക്കുന്നുവെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير يولج الليل في النهار ويولج النهار في الليل രാവിലെ പകലിലേക്കും പകലിനെ രാവിലേക്കും കടത്തുന്നവനാണ് അല്ലാഹു. വസഖറ ശംസ വൽ ഖമറ, സൂരജ നക്ഷത്രാദികളെ കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ, അവയെല്ലാം ആ സർവമാന ഗോളങ്ങളും അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പരിധി വരെ വ്യക്തമായി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, ആ ഗോളങ്ങളെ, ആ സൂര്യനെ ചന്ദ്രനെ മുഴുവനും സൃഷ്ടിച്ചവനാണ് അല്ലാഹു, അതിനെ പരിപാലിക്കുന്നവനാണ് നിങ്ങൾ റബ്ബ്. ലഹുൽ മുൽക്കു, അവനാണ് സർവ്വ ആധിപത്യങ്ങളും. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ, ആ റബ്ബിന് പുറമെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് പുറമെ ആരോടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ആരോടെങ്കിലും നിങ്ങൾ ദുആ ചെയ്താൽ, മയംലികൂന മിൻ ഖുത്മീർ, ആ അല്ലാഹുവിന് പുറമെ നിങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആ ശക്തികളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഈത്തപ്പനെ കുരുവിന്റെ പാട പോലും അധീനമാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇൻതദഊഹും, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅക്കും, അവരുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമീഉ, കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതല്ലെന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേറെ ആരുമില്ല. അല്ല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, പഠിപ്പിക്കുന്നു, സുമ്മ യജൂസു അയ്യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഖിൽ കൽ മലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ടല്ലോ, അവരാരാണ്? ബോധമുള്ള, ബുദ്ധിയുള്ള, ചിന്തയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ നിയമം ബാധകമാണ്. ആരെപ്പോലെ? കൽമലായികത്തി, മലക്കുകളെ പോലെ. അഥവാ മലക്കുകളോട് സഹായം തേടാൻ പാടില്ല, മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. വൽ ജിന്നി, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. വൽ ഇൻസി വൽ അസ്നാം, മനുഷ്യരോട്, വിഗ്രഹങ്ങളോട്, ഇങ്ങനെയുള്ള ആളുകളോടൊന്നും, വ്യക്തികളോടൊന്നും, ശക്തികളോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. ഇതാണ് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് മുജാഹിദുകൾ പറയുന്നത്, അതാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ തത്വം, ഈ യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചവരാണ് മുജാഹിദുകള്. ആർക്ക്? ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് പോലും, ഈ നാട്ടിലുള്ള യാഥാർത്ഥികളോട് പോലും ഈ തത്വം പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങളല്ല, ഞങ്ങളാണ്. ഈ യാഥാർത്ഥ്യം പറഞ്ഞു പഠിപ്പിച്ചത് മടവൂരികളല്ല, മുജാഹിദുകളാണ്. അതിവിടെ ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നവർ പോലും സമ്മതിച്ച കാര്യമാണ്. ഈ നാട്ടിലുള്ള ഹസനി ഉണ്ടല്ലോ, മുജാഹിദുകളുമായി അയാൾ മുട്ടാൻ വന്നപ്പോൾ അയാൾ തന്നെ ആ സത്യം തുറന്നു പറയുന്നു, ആ യാഥാർത്ഥ്യം തുറന്നു പറയുന്നു. കേട്ടോളൂ അയാൾ പറഞ്ഞ വാചകം.
ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഓദിക്കോ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കേട്ടോ? അപ്പൊ ഈ വിവരം അവർക്ക് പഠിപ്പിച്ചു കൊടുത്താരാ? ഹനീഫ മൗലവിയാണ്. നിങ്ങൾ മനസ്സിലാക്ക് സാധുവേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ വന്നൊരു മൂസ സ്വലാഹി പ്രസംഗിക്കണം. മൂപ്പരിൽ ഇപ്പം മാന്യനാ നമ്മൾ വിചാരിക്കണം. അലി പ്രസംഗിക്കണം കേട്ടിട്ട് മൂപ്പരിങ്ങനെ പ്രസംഗിക്കാതല്ല നമുക്ക് വിഷമോ? അത് മൂസ സ്വലാഹിയാണല്ലോ. അലി മതിനെ പോലെ മൂപ്പര് പിന്നെ അന്തക്കേടുകൊണ്ട് പറയണമെന്ന് വിചാരിക്കുക. ഈ സാധു ഇങ്ങനെ പ്രസംഗിക്കണം കേട്ടപ്പോൾ സങ്കടം തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇതെന്താ? ഇവിടെയുള്ള സമസ്തക്കാർക്ക് ഈ തത്വം പറഞ്ഞു പഠിപ്പിച്ചവരാണ് മുജാഹിദുകള്. ഈ തത്വം പറഞ്ഞു പഠിപ്പിച്ചവരാണ് മുജാഹിദുകള്. അഥവാ ഇന്തദൂഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞ ആയത്ത്, അതുപോലെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുമെന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്തിന്റെ പരിധിയിൽ മലക്കുപെടും ജിന്നുപെടുമെന്ന് ഇവിടുത്തെ സമസ്തക്കാർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തവരാണ് മുജാഹിദുകളെന്ന് ഞങ്ങൾ പറയുകയല്ല, അവര് പറയുകയാണ്. ഞങ്ങൾ പറയില്ല, അവര് പറയുകയാണ്. കേട്ടോ? ഇത് സംശയമുണ്ടോ? വിജയ പ്രദേശത്ത് വെച്ചിട്ട് ആരോടാ തേടേണ്ടത്? സംശയമുണ്ടോ? പഠിച്ചു വെച്ചോ മടവൂരി. സമസ്തക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരാം, മുജാഹിദുകൾ പഠിപ്പിച്ചു തരാം. എന്താ പഠിപ്പിക്കുന്നത്? മഹാനായ അബൂ ജുറൈ ജാബിർ ബിൻ സുലൈം, ആ മഹാൻ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്. റഅയ്തു റജുലാ യസ്തുറു നാസു അൻ റഈഹി ലാ യഖൂലു ശൈഅൻ ഇല്ലാ സദറു അൻഹു ഖുൽതു മൻ ഹാദാ. ഞാൻ ഒരിക്കൽ ഒരാളെ കണ്ടു. അയാളുടെ പ്രത്യേകത എന്താണ്? ആളുകളെല്ലാം അയാളിലേക്ക് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. യാതൊന്നും പറയുന്നില്ല. ആളുകളെല്ലാം അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, മൻഹാദാ, ആരാണ് അയാൾ? ആരാണ് അദ്ദേഹം? എല്ലാവരും കൊണ്ട് പോകണ്ടല്ലോ, അദ്ദേഹം ആരാ? ഖാലൂ, ആ സമയത്ത് അവിടെ നിന്ന് മറുപടി കിട്ടി, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് അദ്ദേഹം, അല്ലാഹുവിന്റെ ദൂതനാണ് അദ്ദേഹം. അത് അറിഞ്ഞപ്പോ ഈ അബൂ ജുറൈ പറയാണ്, ഞാൻ ചെന്നു, ഞാനും അങ്ങോട്ട് ചെന്നു. എന്നിട്ട് റസൂലിനോട് ഞാൻ പറഞ്ഞു, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്. നബി മിണ്ടിയില്ല. വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞു, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല. 2 പ്രാവശ്യം ഇത് പറഞ്ഞു. 2 പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഈ മനുഷ്യനെ നോക്കി പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, അലൈക്കസ്സലാമു തഹിയ്യത്തുൽ മയ്യിതി ഖുല്ലസ്സലാമു അലൈക്. അലൈക്കസ്സലാം എന്ന് പറയുന്നത് മയ്യിത്തിന്റെ തഹിയ്യത്താണ്. മയ്യിത്തിന്റെ തഹിയ്യത്ത് നീ അസ്സലാമു അലൈക് എന്ന് പറയൂന്നാണ്. ആ സമയത്ത് ഈ സഹാബി പറയുകയാണ്, ഈ വ്യക്തി പറയുകയാണ്, ഞാൻ ചോദിച്ചു അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? അല്ലാഹുവിന്റെ ദൂതനാണോ? ചോദ്യത. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അന റസൂലുള്ളാഹില്ലദീ ഇദാ അസാബക ളുർ ഫദഅഉതഹു കശഫഹു അൻക വഇൻ അസാബക ആമ സനത്തിൻ ഫദഅഉതഹു അംബതഹാ ലക വഇൻ കുന്ത ബിഅർളി കഫറിൻ ഔ ഫലാത്തിൻ ഫദല്ലത് റാഹിലതുക ഫദഅഉതഹു റദ്ദഹാ അലൈക്. അതെ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. എങ്ങനെയുള്ള അല്ലാഹു? ഇദാ അസാബക ളുർറുൻ, നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ളുർറ് ബാധിച്ചാൽ, പ്രയാസം ബാധിച്ചാൽ, ഫദഅഉതഹു, ആ റബ്ബിനോട് നീ പ്രാർത്ഥിച്ചാൽ, കശഫഹു അൻക, ആ പ്രയാസത്തെ നിന്നിൽ നിന്ന് നീക്കി തരുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ. വഇൻ അസാബക മസനത്തിൻ ഫദഅഉതഹു അംബതഹാ ലക, അതേ വിളവില്ലാത്ത സമയത്ത് നീ പ്രാർത്ഥിച്ചാൽ വിളവുകൾ മുളപ്പിച്ചു തരുന്ന ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. നീ ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് അകപ്പെട്ടു പോയാൽ, അവിടെ വെച്ചുകൊണ്ട് നിന്റെ വാഹനം നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നീ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ, നീ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചാൽ, ആ വിജന പ്രദേശത്ത് വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ വാഹനത്തെ തിരിച്ചു കൊണ്ടുവന്നു തരുന്ന ആ റബ്ബിന്റെ റസൂലാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പഠിപ്പിക്കുകയാണ്. വിജനപ്രദേശത്ത് അകപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ സ്വന്തം വാഹനം നഷ്ടപ്പെട്ടാൽ നീ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണ്. അവിടെ വെച്ചുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ട വാഹനം മടക്കിക്കൊണ്ടുവരുന്ന ആ റബ്ബിന്റെ റസൂലാണ് ഞാനെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ CP മറുപടി പറയണേ. എന്തെന്നല്ലേ? അത് ഇത് അത്തൗഹീദാണ്. ഇത് അത്തൗഹീദാണ്, നിങ്ങൾ ഇറക്കിയതാണ്. ഇതിൽ എന്താ ഉള്ളത് കേട്ടോളൂ. ഇതിൽ മലക്കുകൾ പ്രപഞ്ചത്തിന്റെ സജീവ സാന്നിധ്യം, അങ്ങനെ ഒരു ലേഖനമുണ്ട് ഇതില്. ഈ ലേഖനത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ജന്തുക്കൾ അറിയും ആ വിവരം. മാത്രമല്ല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക. മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ ഉറക്കെ വിളിക്കുക. മലക്കുകൾ രക്ഷക്കെത്തും.
അപ്പോ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണെന്ന് അള്ളാഹ് പറയുമ്പോ അതേ മുജാഹിദ് പ്രസ്ഥാനത്തെ നടുകപ്പിളർത്തി പുറത്തു പോയിട്ട് ഇറക്കിയ തൗഹീദ് മാസികയിലായി എഴുതിയത് വിജനപ്രദേശത്ത് അഥവാ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ മലക്കുകളെ വിളിച്ചന്വേഷിക്കോ, ഉറക്കെ വിളിച്ചന്വേഷിക്കോ, അല്ല മലക്കുകളെ എന്ന് വിളിച്ചോളൂ. അങ്ങനെ ഉറക്കെ വിളിച്ചാൽ മലക്കുകൾ രക്ഷക്കെത്തും എന്നാ പറയുന്നത്. അപ്പൊ ഒരു മറുപടി, എന്താ വല്ലാത്ത കുടുക്കളല്ലോ പഠിച്ചോളെ, ഇത് വേണ്ടാത്ത പഠിക്കരുത്. അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രസ്ഥാനം വേറെയാണ്. ഇത് തൗഹീദി പ്രസ്ഥാനമാണ്, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇതിനെ തൊട്ട് കളിച്ചവരെ റബ്ബ് വിട്ടിട്ടില്ല. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കിക്കോ, ഇത് ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം, അറിയണം. എന്താണെന്നറിയോ ഇതിൽ കുടുങ്ങിയിട്ട് അതേ നമ്മുടെ ഞാൻ ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അലിമുസ്ലിയാർ പറയാണ്, കേട്ടോളൂ അദ്ദേഹത്തിന്റെ മറുപടി. ഇതിന്റെ ന്യായം അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയട്ടെ. ഇനി ഇതേ വാദത്തിൽ തെളിവായിട്ട് നിങ്ങൾ ഉദ്ധരിക്കാറുള്ളത് അത്തൗഹീദ. ഒന്ന്, അതെന്തേ പറയാതിരുന്നതാവാം. അത്തൗഹീദ് 2004 ഏപ്രിൽ മാസത്തിൽ KK ഇതിൽ മലക്കുകളോട് വിളിച്ചു തേടാമെന്ന് എഴുതിയിട്ടുണ്ട്. KK മുഹമ്മദ് സുലമി അങ്ങനെ എഴുതിയിട്ടില്ല. നേരെ മറിച്ച് KK മുഹമ്മദ് സുലമി എഴുതിയത് ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ആരെ ഉറക്കെ വിളിച്ചന്വേഷിക്കുക? തൗഹീദ് ഉൾക്കൊണ്ടവൻ അള്ളാനെ വിളിക്കും. അള്ളാനെ വിളിച്ചാൽ അള്ളാഹ് മലക്കുകളിലൂടെ സഹായിച്ചേക്കാം. അതാണ് യഹ്ഫദൂനഹു മിൻ അംരില്ലാ എന്ന് ഖുർആൻ പറഞ്ഞത്. ബദർ യുദ്ധത്തിൽ മലക്കുകളിലൂടെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. അത്രേ KK മുഹമ്മദ് സുലമി എഴുതിയിട്ടുള്ളൂ. വല്ലാത്ത തൊലികെട്ടിയാണ്, വല്ലാത്ത തുറവിയാക്കാനാണ്. ഉറക്കെ വിളിക്കാൻ പറഞ്ഞ അള്ളാനെയാണ്. ഇതാ ഖുർആൻ അതാ പറയുന്നത്, ഉദൂറബക്കും തളർവാൻ വഖുഫിയ, പടച്ചോനെ പതുക്കെ വിളിച്ചോതാ. ഉറക്കെ വിളിക്കുന്നത് പടച്ചോനെയാണോ? പടച്ചവരെ വിളിക്കാനാണെങ്കിൽ ഉറക്കെ വിളിക്കണോ, പതുക്കെ വിളിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഉദൂറബക്കും തളർവാൻ വഖുഫിയ, ശബ്ദം താഴ്ത്തി പതുക്കെ വിളിച്ചോ റബ്ബിനെ. ഇവിടെ ഉറക്കെ വിളിക്കാൻ പറഞ്ഞ ആരെ? മലക്കിനെ തന്നെ വിടൂല ഞങ്ങൾ. കാര്യം എന്താ? ബാക്കി വായിച്ചോ, ചുവട്ടിൽ വായിച്ചോ. എന്ത്? ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും, കണ്ടോ, വിളിക്കാൻ മാത്രമല്ല, ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും ഉറക്കെ ബാങ്ക് കൊടുക്കുക, മലക്കുകൾ നമസ്കരിക്കാനെത്തും. അല്ലെത്തതല്ല, ഉറക്കെ വിളിക്കണം, ബാങ്ക് ഉറക്കെ വിളിക്കണം. കാരണം എന്താ? മലക്കുണ്ടെങ്കിൽ കേൾക്കണം, മലക്ക് വരും നിസ്കരിക്കാൻ കൂടെ. അതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുമ്പോഴും ഉറക്കെ വിളിച്ചോളൂ, എങ്കിലും മലക്കുകൾ നിസ്കരിക്കാനെത്തും. CP മറുപടി പറയൂ. മറുപടി നിലപാടെന്താ? ഉണ്ടോ ജമിയത്തുലമാ അങ്ങനെ പറയല്, അങ്ങനെയൊക്കെ പറയല്. ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടോ കൗൺസില്? എവിടെ CD? എവിടെ ബുക്ക്? എവിടെ നിലപാടുണ്ടോ? പറയൂ. കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ വളരെ വ്യക്തമാണ് തൗഹീദിൽ എഴുതിയത്, ശബാബിൽ എഴുതിയത്, അതുപോലെ പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകത്തിൽ എഴുതിയത്. അതിനെ ന്യായീകരിക്കാൻ നടന്നത് മനസ്സിലാക്കണം. ഇങ്ങനെ തൗഹീദ് എന്ത് ഇവർക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, വ്യക്തമായി ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായി മറുപടി കിട്ടണം. ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ പറയണ്ടല്ലോ. പക്ഷെ ഇതിന് നിലപാട് അറിയേണ്ടതുണ്ട്, തീരുമാനം അറിയേണ്ടതുണ്ട്. മുമ്പ് നമ്മളിവിടെ എന്ത് പരിപാടി വെച്ചാലും ഇവരൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു പരിപാടി ഇവർക്ക് കരുതൽ നടന്നാൽ ഇത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ഇവർ പറയും നിലപാട് പറഞ്ഞില്ല. എന്ത് നിലപാട്? നമ്മൾ പറഞ്ഞൊക്കെ നിലപാടാ. പക്ഷെ ഇത് കഴിയുമ്പോൾ ഇവർ വെറുതെ ആ വാളണ്ടിയർ കോർണർ സിസ്റ്റം ഉണ്ടല്ലോ, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് നിലപാട് പറഞ്ഞില്ല. അപ്പൊ ഈ കേൾക്കണം വിചാരിക്കണം എന്തോന്നും പറയാതെ പോയിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പറ്റില്ല, ഞങ്ങളുടെ നിലപാട് പറഞ്ഞില്ലേ. ഞങ്ങളുടെ നിലപാടല്ലേ പറഞ്ഞത്, ഇനി നിങ്ങളുടെ നിലപാടല്ലേ അറിയേണ്ടത്, അതല്ലേ കിട്ടേണ്ടത്. പക്ഷേ കിട്ടിയില്ലല്ലോ. മാത്രല്ല, എങ്ങനെ നിലപാട് പറയാനാ? അടിസ്ഥാനം പൊളിഞ്ഞവരാണ്, ആദർശം പൊളിഞ്ഞു പോയവരാണ്, പ്രമാണം നഷ്ടപ്പെട്ടു പോയവരാണ്. എങ്ങോട്ട് അവർ മടങ്ങുക? ഇവർക്ക് എവിടുന്നാ തീരുമാനം എടുക്കുക? മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്കിടയിൽ 100 കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. എങ്കിലും ഞങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗമുണ്ട്. ആ മാർഗം അല്ലാഹു പഠിപ്പിച്ച മാർഗമാണ്, അല്ലാഹു തന്ന മാർഗമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു പറഞ്ഞു തരികയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, വഅത്തിഉർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ അല്ലാഹുവിലേക്ക്, റസൂലിലേക്ക് മടക്കണം. അവിടുന്ന് തീരുമാനം വന്നാലോ പിന്നെ അതാ ഞങ്ങളുടെ നിലപാട്. പിന്നെ ഞങ്ങളുടെ വാദമല്ല, പിന്നെ ഞങ്ങളുടെ അഭിപ്രായമല്ല, പിന്നെ ഞങ്ങളുടെ നിലപാട് അല്ലാഹു പറഞ്ഞതാ, റസൂലുള്ള പറഞ്ഞതാ. ഞങ്ങൾക്ക് മടങ്ങാൻ പ്രമാണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പറയണം. ഇവിടെ